യെസ്, കേണൽ ഡിനി, സമയപരിമിതിയുണ്ട് എങ്കിലും താങ്കളുടെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് ഈ ഇന്ത്യ ഉയർത്തെഴുന്നേറ്റില്ല, നേരത്തെ ജലീൽ പുനർ ചൂണ്ടിക്കാണിച്ചതുപോലെ സമാധാനത്തിൻ്റെ മിശിഹയായിട്ട് അവതരിക്കാൻ പറ്റുന്നത് ഈ ഭാരതത്തിനായിരുന്നു, നമ്മുടെ ഭാരതത്തിനായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഇതിലൊരു സമവായം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ, ഒരു 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 സമാധാന ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാൻ ഭാരതം നേതൃപരമായിട്ടുള്ള പങ്ക് വഹിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നോക്കൂ, നമുക്കറിയാം ഐക്യരാഷ്ട്രസഭ പോലും നോക്കുകുത്തിയായി നിൽക്കുക. ശ്രീ അനിൽ, ഇത് എനിക്കൊന്ന് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു ഒരു ഇതാണ്. അതായത് ആര് വിചാരിച്ചാലും ഇപ്പൊ സമാധാനത്തിൽ പോകാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും ഇപ്പൊ അത് യുണൈറ്റഡ് നേഷൻസ് വിചാരിച്ചാൽ നടക്കത്തില്ല, ചൈന വിചാരിച്ചാൽ നടക്കത്തില്ല, റഷ്യ വിചാരിച്ചാൽ നടക്കത്തില്ല, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ US വിചാരിച്ചാൽ നടക്കത്തില്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ US വിചാരിച്ചാലും നടക്കത്തില്ല. ഇപ്പൊ നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം എങ്ങനെയാണ് നിർത്തിയത്? നമ്മൾ അടിക്കേണ്ടത് നമ്മൾ അവരെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഇനി എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് US അടുത്ത് പോയപ്പോൾ US പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യ അടുത്ത് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ്, അതായത് ഇനി പാകിസ്ഥാൻ അടിക്കാനില്ല എന്നെല്ലാം പറഞ്ഞാണ്. അതല്ലാതെ നമ്മളടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അങ്ങ് അടിച്ചു നിർത്തും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇറാനും US തമ്മിലുള്ള ഈ യുദ്ധം. നമുക്ക് രണ്ട് പക്ഷത്തും ശ്രീ ജലീൽ പറഞ്ഞ കറക്റ്റ് ആണ്. നമുക്ക് 3 രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നയം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ചോദിക്കാതെ അങ്ങോട്ട് ചെന്ന് ചെയ്യുന്നത് എനിക്കൊന്നും അത് നമുക്ക് തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ ആരും ഇപ്പൊ ആരും അവരുടെ താല്പര്യം മാത്രമേ നോക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ഒരു വ്യക്തിക്കൊന്നും അങ്ങനത്തെ ഒരു യാതൊരു രീതിയിലുള്ള സ്ട്രാറ്റജിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അദ്ദേഹത്തിന് നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി എല്ലാ GCC രാജ്യങ്ങളിലും ആളുമായിട്ട് സംസാരിച്ചു. ഇറാനുമായിട്ട് നമ്മളൊരു ബന്ധം, ഫോറിൻ മിനിസ്റ്റർ അവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചു. അമേരിക്കയുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ചാനൽസ് നടക്കുന്നുണ്ട്. ഇസ്രായേലുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പൊ നമ്മൾ ഇവരുടെ അടുത്ത് എല്ലാം സംസാരിക്കുമ്പോൾ നമ്മൾ ഒറ്റ വാക്കാണ് പറയുന്നത്, അതായത് യുദ്ധമല്ല ഇതിനൊന്നൊരു പരിഹാരം. യുദ്ധം ഏറ്റവും പെട്ടെന്ന് നിർത്തുക, സമാധാനത്തിലേക്ക് ചർച്ചയിലൂടെ പോകുന്നവരെ പ്രൈം മിനിസ്റ്റർ മോദി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു രാജ്യം ഇടപെട്ട് നിർത്താൻ പറ്റുന്ന ഒരു യുദ്ധവും ഇന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ സാഹചര്യമല്ല ഇത്. ദിസ് ഇസ് എ വേൾഡ് ഓഫ് കോൺസ്റ്റന്റ് കോൺഫ്ലിക്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, അമേരിക്ക പോലും വിചാരിച്ചാൽ ഒരു രാജ്യത്തിൽ ഇപ്പൊ നിർത്താൻ പറ്റത്തില്ല. അതാണ് എന്റെ അവസ്ഥ. അമേരിക്കക്ക് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അവർ തുടങ്ങി വെച്ച യുദ്ധം അവർക്ക് അവസാനിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ അവർ തുടങ്ങി വെച്ച ഒരു യുദ്ധമാണ്, പക്ഷെ അവർക്ക് അറിയാമെന്നില്ല ഇത് എങ്ങനെയാണ് നിർത്തണമെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ശ്രീ ജലീൽ പറഞ്ഞതിന്റെ ഉദ്ദേശം നല്ലതാണ്. പക്ഷെ ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മളെ താല്പര്യം നോക്കി നമ്മൾ ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മൾ ഇടപെടാം. അതല്ലാതെ നമ്മൾ ഇടപെട്ടാലും അവരതിനകത്ത് അംഗീകരിക്കണമെന്നില്ല. പക്ഷെ നമ്മളതായിട്ടുള്ള ഗുഡ് വിൽ നമ്മൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാനെ സംബന്ധിച്ചുള്ള വലിയ വിമർശനമായിരുന്നു. നമ്മൾ ആ കപ്പലിൽ ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് അവിടെ. ഇപ്പൊ ഇപ്പൊ വന്ന ന്യൂസ് എന്താണ്? വേറൊരു കപ്പല് കൊച്ചിയിൽ തുറമുഖത്തിൽ ഓൾറെഡി ഉണ്ട്. അവർ നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ അതിനെ 1-ാം തീയതി തന്നെ ഇവിടെ കൊണ്ടുവന്നു. അന്നോട്ട് ഇവിടെ തന്നെ ആ സെയിലേഴ്സ് എല്ലാം കൊച്ചിയിലെ നമ്മളെ നേവൽ ഫെസിലിറ്റി തന്നെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വലിയ കാര്യത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ പുറത്ത് പറയാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചോളം ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇടപെടലിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും ഈ രാത്രി ഇരുണ്ട് വെളുക്കുമ്പോൾ ഇറാനിൽ എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന കാണാം.